ഹമാസ് ആശയങ്ങൾ പ്രചരിപ്പിച്ചെന്ന പേരിൽ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ വിദ്യാർത്ഥിയെ അമേരിക്ക നാടുകടത്താൻ തീരുമാനമെടുക്കുന്നു. ബാദർ ഖാൻ സൂരി എന്നയാളെയാണ് അമേരിക്ക ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് പലസ്തീൻ ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ഹമാസുമായിട്ട് ബന്ധമുള്ള വിദ്യാർത്ഥികൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെയും എല്ലാം ട്രംപ് കർശന നിയമ നടപടികൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇതിനു മുൻപ് രഞ്ജിനി ശ്രീനിവാസ് എന്നൊരു വിദ്യാർത്ഥി അമേരിക്കൻ വിസ റദ്ദാക്കി നാട് കടന്നിരുന്നു. അതിനു പുറമെയാണ് ഇപ്പോൾ മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൂടിയിട്ട് നാട് കടത്താനുള്ള നീക്കങ്ങൾ തുടരുന്നത്. ഇതിനെക്കുറിച്ച് വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ബാദർ ഖാൻ സൂരി വാഷിംഗ്ടൺ DC-യിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇയാൾ ഗവേഷണ വിദ്യാഭ്യാസം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഹമാസ് അനുകൂല പ്രചരണവും അതുപോലെ ജൂതവിരുദ്ധതയും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇയാൾ പ്രചരിപ്പിക്കുമായിരുന്നു. ബാദർ ഖാൻ സൂരി ഗവേഷണം പഠിക്കുന്നതിനൊപ്പം തന്നെ അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മൈനോറിറ്റി റൈറ്റ്സ് ഇൻ സൗത്ത് ഏഷ്യ എന്ന വിഷയമാണ് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഈ ഒരു വിഷയത്തിലാണ് സൂരി ഗവേഷണ വിഷയമായിട്ട് തെരഞ്ഞെടുത്തതുമെല്ലാം. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? അയാളുടെ താല്പര്യങ്ങൾ മതവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സംഘർഷ മേഖലകളിലെ സമാധാനം കൊണ്ടുവരിക തുടങ്ങിയവയെല്ലാം ആയിരുന്നു. വംശീയ സംഘർഷങ്ങൾ നടന്നിട്ടുള്ള ഒരുവിധം മേഖലകളിൽ ഇദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. അവിടുത്തെ സാഹചര്യത്തെ പഠിക്കുകയും അതുപോലെ തന്നെ സംഘർഷഭൂമി എങ്ങനെ സമാധാനമാക്കാം എന്നെല്ലാം ഗവേഷണം നടത്തി വരികയായിരുന്നു ഇയാൾ. പാകിസ്ഥാൻ, സിറിയ, ലബനൻ, ഈജിപ്റ്റ്, ഇറാൻ, തുർക്കി, പലസ്തീൻ അങ്ങനെ സംഘർഷ പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് സൂരി. അമേരിക്കയിൽ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ബാദർ ഖാൻ സൂരിയെ അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി മുഖംമൂടി ധരിച്ചു വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഇയാൾക്ക് ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനാൽ ഭീകരവാദ ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു വിസ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ കഴിയുന്ന പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഓരോ വ്യക്തിയെയും അമേരിക്ക വെറുതെ വിടില്ല. അവരെ വളഞ്ഞിരിക്കും. പ്രത്യേകിച്ചും ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അമേരിക്കൻ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഇനി ഗ്രീൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പോലും അമേരിക്കൻ റൂൾസ് പാലിച്ച് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കാത്തവരാണെങ്കിൽ രാജ്യം വിടേണ്ടി വരും. ശത്രു രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ട് രാജ്യത്ത് സംഘർഷങ്ങളും മറ്റും ഉണ്ടാക്കിയാൽ ഇത്തരത്തിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ട്രംപ് ചെയ്യുന്നത്. ഹമാസിനെയും പലസ്തീനെയും അനുകൂലിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പോലും അമേരിക്കയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ട്രംപിന്റെ വാദം. അമേരിക്കയുടെ അടുത്ത മിത്രരാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനോടകം നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ ഒരിക്കലും ഇന്ത്യ അമേരിക്കയോട് ചോദ്യം ചോദിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം അമേരിക്കയ്ക്കുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് അത് ചെയ്യാനുള്ള ഒരു ധൈര്യവുമില്ല. ഇന്ത്യ മൗനം പാലിക്കും. അല്ലെങ്കിലും ഇന്ത്യ എന്തിനത് ചെയ്യണം? അമേരിക്കയോട് ഒരിക്കലും കൊമ്പ് കോർക്കാൻ ഇന്ത്യക്ക് ഉദ്ദേശമില്ല. പിന്നെ അമേരിക്ക ചെയ്യുന്നത് അവരുടെ റൈറ്റ്സ് ആണ്. അമേരിക്കൻ ഭൂമിയിൽ നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? അമേരിക്കൻ മണ്ണിൽ ജീവിക്കണം എന്നുള്ളവർക്ക് അവരുടെ റൂൾസ് അനുസരിച്ച് അവിടെ നിൽക്കേണ്ടി വരും. ചില നിലപാടുകൾ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും. ഇല്ലാത്ത പക്ഷം സ്വയമേ വിസ റദ്ദ് ചെയ്ത് അമേരിക്കയിൽ നിന്നും മൂവ് ചെയ്യണം. അല്ലെങ്കിൽ ബാദർ ഖാൻ സൂരിയുടെ അവസ്ഥയാകും ഉണ്ടാവുക.